നിലമ്പൂരിലെ DFO ഓഫീസിൽ നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഒരു ഭാഗത്ത് പ്രേക്ഷകർ കാണുന്നത് ആ ആക്രമണത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട PV അൻവർ MLA-യുമായിട്ട് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് പോലീസ് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മഞ്ചേരി സബ് ജയിലിലേക്കായിരിക്കും PV അൻവർ MLA അയക്കുക എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ അഷ്കർ നിലവിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവില്ല, നേരെ വൈദ്യപരിശോധന കഴിഞ്ഞാൽ നേരിട്ട് കൊണ്ടുപോവുക മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്കായിരിക്കും. മറ്റു തെളിവുകളോ ചോദ്യം ചെയ്യലോ ഒന്നും ഈ ഘട്ടത്തിൽ ഉണ്ടാവില്ല. എല്ലാം ഇപ്പോൾ പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള കേസുകളാണ്, എല്ലാം ജാമ്യമില്ലാ വകുപ്പുകളുമാണ് ചുമത്തിയിരിക്കുന്നത്. എന്തായാലും PV അൻവർ MLA ജാമ്യത്തിന് വേണ്ടി ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നതുമില്ല, അല്ലേ? അരുൺ, PV അൻവർ MLA ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വൈദ്യപരിശോധനയ്ക്കായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എടവണ്ണയിലെത്തിയ പോലീസ് ജീപ്പ് ഇല്ലെങ്കിൽ PV അൻവർ MLA-യുമായി ഇപ്പോൾ നേരെ നീങ്ങിയിരിക്കുന്നത് നിലമ്പൂർ ഭാഗത്തേക്കാണ്. സ്വാഭാവികമായും നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൂടിയുള്ള നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലായിരിക്കും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുക. അതിനുശേഷം നിലമ്പൂർ തന്നെയുള്ള ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നമ്പർ 1 ഹാജരാക്കി അതിൻ്റെ റിമാൻഡ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. അതിനുശേഷം PV അൻവർ MLA-യെ മഞ്ചേരി സബ് ജയിലിലേക്ക് മാറ്റും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതനുസരിച്ച് ഇപ്പോൾ PV അൻവർ MLA-യുമായുള്ള പോലീസിൻ്റെ വാഹന വ്യൂഹം ഇപ്പോൾ നിലമ്പൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എടവണ്ണ പിന്നിട്ട് നിലമ്പൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എടവണ്ണ ഒതായിലെ വീട്ടിൽ വെച്ചുകൊണ്ടാണ് PV അൻവറുടെ അറസ്റ്റ് ഇപ്പോൾ പോലീസ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയത്. ഏകദേശം 2 മണിക്കൂറോളം സമയം PV അൻവർ MLA അവിടെ 2 മണിക്കൂറോളം സമയം PV അൻവർ MLA-യുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പോലീസിന് കാത്തു നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ വലിയ ആസൂത്രണത്തോടെയാണ് പോലീസ് കാര്യങ്ങൾ നടത്തിയിരുന്നെങ്കിൽ പോലും അറസ്റ്റിന് വേണ്ടി ആദ്യഘട്ടത്തിൽ പോലീസ് എത്തുമ്പോൾ തന്നെ 2 ബസ്സുകളിലായി ക്യാമ്പുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം മറ്റ് സമീപത്തെ പോലീസ് സ്റ്റേഷനുകളിലുള്ള ഉദ്യോഗസ്ഥരടക്കം വലിയ തോതിൽ പോലീസ് സന്നാഹം ഈ PV അൻവറിൻ്റെ ക്യാമ്പ് വീടിന് മുന്നിൽ തമ്പടിച്ചിരുന്നു. എന്നാൽ അറസ്റ്റ് നടപടികൾ വൈകിയതോടെയാണ് കാര്യങ്ങൾ പോലീസിൻ്റെ കൈകളിൽ നിന്നും നിയന്ത്രണത്തിന് അതീതമായി പോയത്. കാരണം അറസ്റ്റ് നടക്കുമെന്നുള്ള കാര്യങ്ങൾ വാർത്തകളോട് അറിഞ്ഞതോടെ കൂടുതൽ പ്രവർത്തകർ, അതുപോലെ തന്നെ DMK പ്രവർത്തകരൊക്കെ തന്നെ അൻവറിൻ്റെ വീട്ടിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും അവസാനം അൻവറിനെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റുമ്പോൾ പോലും ഒരു നേരിയ സംഘർഷത്തിലേക്കും കാര്യങ്ങൾ പോയി. അതിനോടൊപ്പം തന്നെ നിയമ നടപടികൾ പൂർത്തിയാക്കി അറസ്റ്റ് വാറന്റിൻ്റെ കോപ്പി അടക്കം കൈപ്പറ്റിയ ശേഷം മാത്രമാണ് അറസ്റ്റ് വരിക്കാൻ PV അൻവർ MLA തയ്യാറാവുകയും ചെയ്തത്. എന്നാൽ അറസ്റ്റിന് വഴങ്ങിക്കൊടുക്കും ഒരിക്കലും അതിൻ്റെ പേരിൽ താനൊരു പ്രശ്നം സൃഷ്ടിക്കില്ല എന്നുള്ളതായിരുന്നു PV അൻവർ സ്വീകരിച്ചിരുന്ന നിലപാട്. താനൊരു MLA ആയതുകൊണ്ട് തന്നെ അറസ്റ്റിന് വഴങ്ങിക്കൊടുക്കും, വഴങ്ങാതെ അതൊരു ഒരിക്കലും സംഘർഷത്തിലേക്ക് കൊണ്ടുപോയില്ല എന്ന് PV അൻവർ MLA പറയുകയും ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ട് പോലും അവസാന ഘട്ടത്തിൽ വലിയ തോതിൽ പ്രവർത്തകർ വീടിന് മുറ്റത്ത് സംഘടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. രാവിലെ 11 മണിയോടെ ഈ കാട്ടാനാക്രമണത്തിൽ മണി എന്ന ആദിവാസി യുവാവ്, നിലമ്പൂർ മണ്ഡലത്തിലെ PV അൻവറിൻ്റെ മണ്ഡലത്തിലെ തന്നെ ഒരു ആദിവാസി യുവാവ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് PV അൻവർ പ്രതിഷേധം കനപ്പിച്ചത്. നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വനമേഖലയിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് PV അൻവറിൻ്റെ ഈ ജനകീയ യാത്ര നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഇത്തരത്തിലൊരു കാട്ടാനാക്രമണം ഉണ്ടായതോടെ യാത്ര നിർത്തിവെച്ച അൻവറും ജാഥ അംഗങ്ങളും നിലമ്പൂർ DFO ഓഫീസിലെത്തി ഉപരോധം സംഘടിപ്പിക്കുകയായിരുന്നു. ഉപരോധത്തിന് ഇടയിലാണ് 10ഓളം വരുന്ന പ്രവർത്തകർ അകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന ഫർണിച്ചറുകളൊക്കെ തന്നെ തകർക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് തൊട്ട് പിന്നാലെ പിന്നീട് 5ഓളം പ്രവർത്തകരെ പോലീസ് അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ ആ സമയത്ത് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് MLA-ക്കെതിരെ കേസ് എടുക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്ന് മാത്രമായിരുന്നു പോലീസിൻ്റെ മറുപടി. അതീവ രഹസ്യമായി തന്നെ പോലീസ് കാര്യങ്ങൾ നീക്കി. അതിനോടൊപ്പം തന്നെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഇടപെട്ട് കാര്യങ്ങൾ സംഭാഷണം നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ ഈ അറസ്റ്റ് നടക്കുന്ന സമയങ്ങളൊക്കെ തന്നെ ഇല്ലെങ്കിൽ നിലമ്പൂർ DYSPയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം അൻവറിൻ്റെ ക്യാമ്പിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ അൻവറിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ മലപ്പുറം SP R വിശ്വനാഥ് അടക്കമുള്ളവർ നിലമ്പൂർ കേന്ദ്രീകരിച്ച് ക്യാമ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. അഥവാ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയായിരുന്നു പോലീസിൻ്റെ നാടകീയമായ നീക്കങ്ങൾ. പക്ഷേ അവിടെ എത്തിയ അൻവർ അറസ്റ്റിന് വഴങ്ങാൻ സമയമെടുത്തതോടെയാണ് പിന്നീട് കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രണത്തിന് അതീതമായി പോലീസിൻ്റെ കൈകളിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏറ്റവും മണിക്കൂറുകളോളം പുറത്ത് കാത്തുനിന്ന പോലീസ് ഒടുവിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു PV അൻവറിനെ വീടിൻ്റെ അകത്ത് കയറിയാണ് കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് ഇനിയും കാത്തിരിക്കാനാകില്ല എന്നൊരു നിലപാട് പോലീസ് സ്വീകരിക്കുകയായിരുന്നു. പുറത്തെത്തിയ അൻവർ പിന്നീട് അറസ്റ്റിന് വഴങ്ങുകയും അറസ്റ്റ് വാറന്റ് കൈപ്പറ്റി അത് രേഖാപരമായ കാര്യങ്ങളിൽ ഒപ്പിട്ട് നൽകുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ വാഹനവും വ്യൂഹത്തിൽ അല്ലെങ്കിൽ പോലീസ് ജീപ്പിൽ കയറ്റി അൻവറിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ്. ഈ FIR-അടക്കം ഗുരുതര വകുപ്പുകളും പൊതുമുതൽ നശിപ്പിച്ചതിന് PDPP ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് PV അൻവറിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. അതിൽ 3 വകുപ്പുകൾ ജാമ്യമില്ലാ വകുപ്പുമുള്ള കുറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ
തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യം FIR ഇട്ടപ്പോൾ തന്നെ അല്ലെങ്കിൽ PV അൻവറിനെതിരെ കേസ് എടുപ്പത്തപ്പോൾ തന്നെ ഉറപ്പിച്ചിരുന്നു. തൊട്ടു പിന്നാലെ മാധ്യമങ്ങളടക്കം PV അൻവറിന്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. അതിനുശേഷമാണ് പോലീസ് പിന്നീട് മാധ്യമപ്രവർത്തകരടക്കം തടയാൻ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും കൃത്യമായി മാധ്യമങ്ങളെയൊക്കെ കണ്ട് പ്രതികരണം നൽകിയതിനു ശേഷമാണ് PV അൻവർ അറസ്റ്റിന് വഴങ്ങുകയും ചെയ്തത്. ഇപ്പോൾ പോലീസ് പൊങ്ങല്ലൂർ പിന്നിട്ട് അതാ നിലമ്പൂരിലേക്കുള്ള വഴിമധ്യ പൊങ്ങല്ലൂർ പിന്നിട്ട് നിലമ്പൂരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കും. അവിടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതിന് ശേഷമായിരിക്കും PV അൻവറിനെ മഞ്ചേരി സബ് ജയിലിലേക്ക് മാറ്റുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അരുൺ, നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കേസ് മാത്രമായിരിക്കില്ല റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് PV അൻവറിന് മേലുള്ള മറ്റ് കുറ്റങ്ങൾ കൂടി ചുമത്തി റിമാൻഡ് ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യം പോലീസിന് മുമ്പിൽ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് സോഴ്സ് തന്നെ നമുക്ക് വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ PV അൻവറിനെതിരെ സമീപത്തെ കാലത്ത് തന്നെ ഒരു വാർത്താ സമ്മേളനം നടത്തിയതിന്റെ പേരിൽ പോലീസിന്റെ രഹസ്യ വിവരങ്ങൾ പുറത്തുവിട്ടു എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അത് പോലീസിന്റെ സീക്രട്ട് ആക്ട് പ്രകാരമുള്ള കേസാണ്. അത്തരത്തിൽ നിരവധി കേസുകൾ PV അൻവർ MLA-ക്കുണ്ട്. മുമ്പ് മനാഫ് വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് PV അൻവർ MLA-ക്ക് ഉണ്ടായിരുന്നു. അത് പിന്നീട് കോടതിയിൽ നിന്നും കുറ്റവിമുക്തനായെങ്കിൽ പോലും ഇല്ലെങ്കിൽ അതിൽ നിന്ന് അൻവറിനെ കോടതി പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട കേസുകളുണ്ടായിരുന്നു. ഇത്തരത്തിൽ PV അൻവർ MLA-ക്കെതിരുള്ള കേസുകൾ മുഴുവൻ എടുത്ത് അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള റിമാൻഡ് റിപ്പോർട്ടായിരിക്കും കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം റിമാൻഡിൽ കഴിയേണ്ടി വരും. മാത്രമല്ല